ഐഡിയൽ ഫെർമി സിസ്റ്റത്തിലെ പോളി പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഐഡിയൽ ഫെർമി ഗ്യാസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ എടുക്കുന്നത് ലാസ്റ്റ് മോഡ്യൂളിലെ ഐഡിയൽ ഫെർമി സിസ്റ്റം എന്ന് പറയുന്ന ലാസ്റ്റ് മോഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള മാഗ്നറ്റിക് ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പോളി പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന ഫിനോമിനയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് ഫിനോമിന നമുക്ക് കുറേ തരത്തിലുള്ള നമുക്കറിയാം അല്ലേ. പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോ, ഫെറി, ആൻറ്റിഫെറോ, അങ്ങനെ കുറേ മാഗ്നറ്റിക് ഫിനോമിനാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ അതിൽ സ്പെഷ്യലായിട്ട് പറയുന്നത് പോളി പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പാരാമാഗ്നറ്റിക് ബിഹേവിയറിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിരുന്നു. അവിടെ നമ്മൾ ക്യൂരീസ് ലോ, ഹൈസ് പ്രൊപ്പോർഷണൽ ടു 1/T അല്ലെങ്കിൽ ഹൈസ് പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്ന കാര്യം, C/T എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്ന ഭാഗത്ത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ ഐഡിയൽ ഫെർമി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നമ്മൾ ചെയ്ത പോലെ തന്നെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു ഐഡിയൽ ഫെർമി സിസ്റ്റത്തിലെ ഫെർമിയോണിക് ഗ്യാസിൽ നമ്മൾ ഈ ഒരു പാരാമാഗ്നറ്റിക് ബിഹേവിയർ സ്റ്റഡി ചെയ്യുകയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എപ്പോഴും പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് എപ്പോഴും അറൈസ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്പിൻ ഓഫ് ദ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് ആണ്. പാർട്ടിക്കിളിൻ്റെ സ്പിന്നാണ് എപ്പോഴും പാരാമാഗ്നറ്റിസത്തിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ പറയുന്നത് ഇതാണ്, ഒരു സിസ്റ്റം ഓഫ് നോൺ ഇൻട്രാക്ടിങ് ഫെർമിയോൺസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫെർമിയോൺസ് ഉണ്ട്. ഈ ഫെർമിയോൺസിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതിൽ എങ്ങനെയാണ് ഈ നമ്മൾ പറഞ്ഞ പോലെ സസെപ്റ്റിബിലിറ്റിയുടെയൊക്കെ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഒരു നോൺ ഇൻട്രാക്ടിങ് ആയിട്ടുള്ള ഒരു ഫെർമിയോൺസിൻ്റെ ഒരു ഗ്യാസ് കൺസിഡർ ചെയ്യുക. ആൻഡ് ദിസ് ഇസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B. ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്യാസ് ഓഫ് നോൺ ഇൻട്രാക്ടിങ് ഫെർമിയോൺസ് നമുക്കറിയാം, എക്സാമ്പിളായിട്ട് നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ ഫെർമിയോൺസ് ആണ്. അങ്ങനെയുള്ള ഫെർമിയോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ദേ ആർ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B. ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഫെർമിയോൺസിനെ വെച്ച് കഴിഞ്ഞാൽ, ഫെർമിയോൺസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ആണ്, ഇവർക്ക് സ്പിൻ ഉണ്ട് അല്ലേ. അപ്പോൾ സ്പിന്നുള്ള പാർട്ടിക്കിളുകൾ എന്ത് ചെയ്യും, ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് ഓറിയൻറ്റ് ചെയ്യും. മേ ബി പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ആൻറ്റി പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു മൊത്തം സിസ്റ്റത്തിന് ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M. And the magnetic susceptibility, which is depending upon the temperature, and that is represented as chi of T. Okay, ഇനി ഈ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിലുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് അല്ലേ. ഇതിൽ ഓരോ പാർട്ടിക്കിളുകളുടെയും ഇൻട്രിൻസിക് മാഗ്നറ്റിക് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടിയാലാണ് നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക, സസെപ്റ്റിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നൗ ക്ലാസിക്കലി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിക്കോട്ടെ, ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഖൈ എന്ന് പറയുന്ന സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ ബോൾട്സ്മാനിയൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലാസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് കമ്പോസ്ഡ് ഓഫ് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് വരുമ്പോഴാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വരിക. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ടൈംഡ് ആസ് ബോൾട്സ്മാനിയൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു ബോൾട്സ്മാനിയൻ ട്രീറ്റ്മെൻറ്റ്, ദ സസെപ്റ്റിബിലിറ്റി ഖൈ ഓഫ് T വിച്ച് ഒബെയ്സ് ക്യൂരീസ് ലോ അറ്റ് ഹൈ ടെമ്പറേച്ചർ, കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചറിലാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഒരു ഫൈനൈറ്റ് വാല്യൂവിലാണ് ക്യൂരീസ് ലോ ഒബേ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പറയുന്നത് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. പക്ഷെ ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ
the system acquires magnetic saturation. Magnetic saturation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ സിസ്റ്റം നമ്മൾ പറഞ്ഞില്ലേ അബ്സല്യൂട്ട് സീറോ എത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, എല്ലാം അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലേക്ക് വരികയും ഓൾമോസ്റ്റ് ഡെഡ് എന്നുള്ള അവസ്ഥയിൽ നിശ്ചലാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുക അല്ലേ. പക്ഷേ ഇൻ റിയൽ കണ്ടീഷൻ നമ്മളൊരു ഫെർമി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഫെർമി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്, ഈ ഇലക്ട്രോൺസിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. ഹയർ ടെമ്പറേച്ചറിൽ ഓക്കെ ഇറ്റ് ഈസ് സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അത് ഹയർ ടെമ്പറേച്ചറിൽ ഓക്കെ കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ് കിട്ടുക. പക്ഷേ ലോവർ ടെമ്പറേച്ചറിലേക്ക് വന്നാൽ ഓർ ഈവൻ അറ്റ് അബ്സല്യൂട്ട് സീറോയിലേക്ക് വന്നാൽ നമുക്ക് ക്ലാസിക്കലി നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റൈൻ എ മാഗ്നറ്റിക് സാച്ചുറേഷൻ. പക്ഷേ നമ്മൾ ഫെർമിയോൺസിൻ്റെ കണ്ടീഷനിൽ ദാറ്റ് ഈസ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന വ്യത്യാസം ഇതാണ്. ഈവൻ അറ്റ് അബ്സല്യൂട്ട് സീറോ ദ സിസ്റ്റം ഓർ ദ ഗ്യാസ് ഈസ് പ്രറ്റി അലൈവ് എന്നാണ്. ആ ഗ്യാസ് കംപ്ലീറ്റ്ലി എന്താ പറയുക റെസ്റ്റിലല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡിഫറെൻറ്റ് റിസൾട്ടിന് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് പോളി പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ്, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ആൻഡ് ലോ ടെമ്പറേച്ചർ ഒരു അബ്സല്യൂട്ട് സീറോയിലേക്ക് വരുമ്പോഴേക്കും സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് മാഗ്നറ്റിക് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാണ് എത്തുക എന്നുള്ളതാണ് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ റിയൽ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണിക് എടുത്ത് അതിൻ്റെ റിയൽ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഹയർ ടെമ്പറേച്ചറിലുള്ളത് ഓക്കെ എങ്ങനെയാണോ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. പക്ഷേ ലോവർ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു മാഗ്നറ്റിക് സാച്ചുറേഷൻ എന്ന് പറയുന്ന ഫിനോമിന അവിടെ സംഭവിക്കുന്നില്ല. അവിടെ സിസ്റ്റം അല്ലെങ്കിൽ ആ സിസ്റ്റം ഇപ്പോഴും അലൈവ് ആണ്. ദാറ്റ് മീൻസ് അവിടെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ സീറോ ആയി കഴിഞ്ഞാൽ സസെപ്റ്റിബിലിറ്റി ഇൻഫിനിറ്റി ആയിട്ട് മാറും. ആസ് പെർ ക്യൂരീസ് ലോ ഹൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ് അല്ലേ. പക്ഷേ ഈവൻ അറ്റ് അബ്സല്യൂട്ട് സീറോ അതങ്ങനെ ഖൈക്കൊരു ഇൻഫിനിറ്റ് വാല്യൂ വരുന്നില്ല. ഇറ്റ് ഈസ് ഗെറ്റിംഗ് എ ലിമിറ്റിംഗ് വാല്യൂ. ഒരു മാക്സിമം ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ വരെ വരുന്നുള്ളൂ, ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നില്ല. അപ്പോൾ അവിടെ ഖൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പാർട്ടിക്കിൾ ഡെൻസിറ്റി. ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ പാർട്ടിക്കിൾ ഡെൻസിറ്റി ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറുമായിട്ട് എന്തായാലും ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് റിസൾട്ടാണ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത് ഇതെങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുലാസ് എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വരിക എന്ന് പറയുന്നതൊക്കെ പോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ദാറ്റ് ഈസ് വൈ അതേപോലെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് ഇതേപോലത്തെ പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ബൈ ലാൻഡോ. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്, ലാൻഡോ ഡയാമാഗ്നറ്റിസം. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ മാഗ്നറ്റിക് സാച്ചുറേഷൻ സംഭവിക്കുന്നില്ല, സസെപ്റ്റിബിലിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആവുന്നുണ്ട്, അതേപോലെ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ്, ഇങ്ങനെയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോളിയാണ്. ആൻഡ് ഹി ഈസ് ബേസ്ഡ് ഓൺ ദ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് പോളി ഈ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത്. ഇതിൽ പറയുന്നൊരു പ്രധാന കാര്യം എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ പോളി പാരാമാഗ്നറ്റിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക വെച്ചാൽ, the feeble temperature independent and density dependent paramagnetism arising due to intrinsic magnetic moment of electrons is called polyparamagnetism. ആ കാര്യം ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഫീബിൾ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം എന്തായി, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയി. ദ ഫീബിൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ്, ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നതുമായ പാരാമാഗ്നറ്റിസമാണ്. ആൻഡ് ദാറ്റ് ഈസ് അറൈസ് ഡ്യൂ ടു ഇൻട്രിൻസിക് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ഇൻട്രിൻസിക് മാഗ്നറ്റിക് മൊമെൻറ്റ് കൊണ്ട് ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റുമായിട്ട് മാറുന്ന മാഗ്നറ്റിസത്തിനെയാണ് എന്ത് പറയുന്നത്, ഈസ് കോൾഡ് പോളി പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ എനർജി. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. ഒരു സിസ്റ്റം അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ its energy is given by, if B is the external magnetic field and mu star is the intrinsic impedance, intrinsic magnetic moment. Intrinsic magnetic moment mu star ആണ്. B എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ mu star dot B എന്ന് പറയുന്നതാണ് അതിൻ്റെ എനർജിയുടെ ഒരു ടേം വരിക. ആൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജീസ് ദാറ്റ് ഇസ് ഓൾവേസ് നോ P square by 2m. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ P square by 2m മൈനസ് mu dot B. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. എപ്പോഴാണോ മാഗ്നറ്റിസം പഠിക്കുന്നത് ആ സമയത്ത് തൊട്ട് തന്നെ mu dot ബിയുടെ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു P square by 2m മൈനസ് mu star dot B. ഇവിടെ mu star ആണ് ഇൻട്രിൻസിക് മാഗ്നറ്റിക് മൊമെൻ്റ് എടുക്കുന്നത്, അതുകൊണ്ടാണ് mu star എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് കേട്ടോ. mu എന്ന് പറയുന്നത് കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ mu എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യലിനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പലാണ്. സോ ഡു നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. mu ഈസ് കെമിക്കൽ പൊട്ടൻഷ്യൽ, ഹിയർ mu star is the magnetic moment. Intrinsic magnetic moment ആണ് mu star. mu എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യലാണ്. സോ നമ്മളിവിടെ കെമിക്കൽ പൊട്ടൻഷ്യൽ അല്ല നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇവിടെ എന്താണ് ഇൻട്രിൻസിക് മൊമെൻ്റ് ആണ്. കെമിക്കൽ പൊട്ടൻഷ്യലും ഇതിൽ ലേറ്റർ സ്റ്റേറ്റിൽ ഇതേ ഒരു കണ്ടീഷനിൽ വരും, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻട്രിൻസിക് മൊമെൻറ്റിന് mu star കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ എനർജി എപ്സിലോൺ ഇസ് ഈക്വൽ ടു P square by 2m മൈനസ് mu star B, which is our equation number 1. ഓക്കെ, ഇലക്ട്രോൺസ് നമ്മൾ ഫെർമിയോൺസിന് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ രണ്ട് സ്പിന്നാണല്ലോ, ഒന്ന് സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്. ദാറ്റ് ഈസ് വി ആർ ജനറലി യൂസിങ് ദ നൊട്ടേഷൻ പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ് അല്ലേ. അപ്പോൾ ഇഫ് ദ ഓറിയൻറ്റേഷൻ ആർ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ mu star dot B എന്ന് പറഞ്ഞാൽ എന്താ, ഡോട്ട് പ്രൊഡക്റ്റ് ആയ എന്താ അതിൻ്റെ ഇടയ്ക്കുള്ളത് mu star B cos theta ആണ് അല്ലേ. mu star dot B is equal to mu star B cos theta ആണ്. If they are parallel, that is if intrinsic magnetic moment and the external magnetic field are parallel, then theta equal to എന്താ വരിക, theta equal to 0 ആയിരിക്കും. So minus mu star dot B is equal to minus mu star B cos 0 എന്ന് വരും. cos 0ൻ്റെ വാല്യൂ 1 ആണ്. So if mu star is parallel to B, that is if the magnetic moment, intrinsic magnetic moment is parallel to B, energy equal to P square by 2m minus mu star B ആയിട്ട് മാറും. ഡോട്ട് പിന്നെ ഇവിടെ ഡോട്ട് ഇടേണ്ട കാര്യമില്ല, കാരണം ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ ആണ്, ഡോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കോസ് തീറ്റ ആണ് വരിക. തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണ് ഇവിടെ mu star B ആയിട്ട് മാറിയത്. ഓക്കെ, ഇഫ് ദ ഇൻട്രിൻസിക് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ആൻറ്റി പാരലൽ, ദാറ്റ് ഈസ് പിൻ ഡൗൺ ആണ് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്, മുകളിലേക്കാണ് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക, അതിൻ്റെ ഇടയ്ക്കുള്ള തീറ്റ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ mu star ആൻഡ് B, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 180 അല്ലേ. തീറ്റ എന്ന് പറയുന്നത് 180, ആൻറ്റി പാരലൽ ആയി കഴിഞ്ഞാൽ ആംഗിൾ 180 ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ mu star dot B ഈക്വൽ ടു mu star B cos 180 എന്ന് വരും. cos 180യുടെ വാല്യൂ -1 ആണ്. സോ ദാറ്റ് ഇസ് വൈ ഇവിടെ എനർജി എപ്സിലോൺ ഇസ് ഈക്വൽ ടു P square by 2m പ്ലസ് mu star B ആയിട്ട് മാറി. ഓക്കെ, so these are two expressions. One is in the case when mu star is parallel to B and another is mu star is anti-parallel to B. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഓരോ ടെമ്പറേച്ചറിലെ ഫൈനൈറ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ, ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആകുമ്പോൾ, ടെമ്പറേച്ചർ 0 ആകുമ്പോൾ, ഇങ്ങനെയുള്ള 3 കണ്ടീഷൻസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് അറ്റ് അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0യിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ആദ്യം കണ്ടത് അല്ലേ. എന്തായിരുന്നു, അബ്സല്യൂട്ട് 0യിൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ വരേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് റിയൽ കണ്ടീഷനിൽ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നുണ്ട്, അതേപോലെ ഡെൻസിറ്റി ഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറയുന്നു. സോ വി ആർ ചെക്കിംഗ് ദാറ്റ് ഹൗ ദിസ് അപ്പിയേഴ്സ്. ഓക്കെ, അബ്സല്യൂട്ട് 0യിൽ നമ്മളെ എനർജി ലെവൽസ്, നമ്മൾ ഫെർമി എനർജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അതും നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ മുമ്പ് പഠിച്ചത് തന്നെയായിരിക്കും ഫെർമി എനർജിയൊക്കെ. ഫെർമി എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൽ കുറേ എനർജി ലെവൽസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ വരെയുള്ള എല്ലാ എനർജി ലെവൽസും, സപ്പോസ് ഒരു 10 എനർജി ലെവൽ ഉണ്ടെങ്കിൽ 3ാമത്തെ എനർജി ലെവൽ വരെയുള്ള
ദാറ്റ് ഈസ് 1, 2 and 3 ഓൾ 3 എനർജി ലെവൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 1, 2, 3 അങ്ങനെ മുകളിലേക്കല്ല നമ്മൾ വയ്ക്കുക. 1, 2, 3, 4 അങ്ങനെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ എനർജി ലെവലാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും മുകളിലുള്ളത് അല്ലേ. 1, 2, 3, 4 അങ്ങനെ 10 വരെ ഉണ്ട്. മൂന്നാമത്തെ എനർജി ലെവൽ വരെ ഫിൽഡ് ആണെങ്കിൽ അബ്സല്യൂട്ട് സീറോയിൽ ഏത് എനർജി ലെവൽ വരെയാണോ ഇലക്ട്രോൺസ് ഫിൽഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഫിൽഡ് ആയിട്ടുള്ളത് ആ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രയാണോ ആ എനർജിക്ക് പറയുന്ന പേരാണ് ഫെർമി എനർജി. ഓക്കെ, അപ്പോൾ 10 എനർജി ലെവൽ ഉണ്ട്. അബ്സല്യൂട്ട് സീറോയിൽ മൂന്നാമത്തെ എനർജി ലെവൽ വരെ ഫിൽഡ് ആണെങ്കിൽ ഈ മൂന്നാമത്തെ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജിക്ക് ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. ആ വാല്യൂ ആണ് എന്ത് നമ്മുടെ ഫെർമി എനർജി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് സീറോയിൽ ഏതാണ് എല്ലാ ഫെർമി ലെവൽ വരെയുള്ള, അപ്പോൾ ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലെവൽസ് ഫിൽഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലാണ്, ഫിൽഡ് ആയിട്ടുള്ള ടോപ്പ് മോസ്റ്റ് ലെവലാണ് ഫെർമി ലെവൽ. അപ്പോൾ അതിനിടയ്ക്കുള്ള ഓൾ എനർജി ലെവൽസ് അപ് ടു ഫെർമി ലെവൽസ് വിൽ ബി ഫിൽഡ്. അതുവരെയുള്ള എല്ലാ എനർജി ലെവൽസും എന്തായിരിക്കും ഫിൽഡ് ആയിരിക്കും. ഫസ്റ്റ് ലെവൽ ഫിൽഡ് ആയിരിക്കും, അതിനുശേഷമാണ് സെക്കൻഡ് വരെ അതും ഫിൽഡ് ആയിരിക്കും, തേർഡ് ലെവൽ അതും ഫിൽഡാണ്. അതിന് മുകളിലുള്ള ബാക്കിയെല്ലാം എന്തായിരിക്കും ചെയ്യും എം ടി ആയിരിക്കും ചെയ്യും അല്ലേ. അപ്പോൾ ഓൾ എനർജി വാല്യൂസ് അപ് ടു ഫെർമി ലെവൽ എപ്സിലോൺ എഫ് വിൽ ബി ഫിൽഡ് ആൻഡ് ദാറ്റ് ബിയോണ്ട് എപ്സിലോൺ എഫ് ദാറ്റ് ഈസ് ആ ഫെർമി ലെവലിന് മുകളിലുള്ള എനർജി ലെവൽസൊക്കെ എം ടി ആയിരിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് അപ് ടു നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 വരെ എനർജി ലെവൽ 3 വരെയുള്ള കംപ്ലീറ്റ് എല്ലാ ലെവൽസും ഫിൽഡ് ആയിരിക്കും. 3യും അതിൻ്റെ താഴെയുള്ളവരും 3യുടെ മുകളിലുള്ള 4 മുതൽ 10 വരെയുള്ളവരൊക്കെ എം ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഫെർമി ലെവലിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ 2 ഗ്രൂപ്പ്, ഇതാണ് ഒരു ഗ്രൂപ്പ് എന്താണ് മ്യൂ സ്റ്റാർ ഈസ് പാരലൽ ടു ബി ആൻഡ് മ്യൂ സ്റ്റാർ ഈസ് ആൻറ്റി പാരലൽ ടു ബി ആണ് സെക്കൻഡ് ഗ്രൂപ്പ്. 2 ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റത്തെ കണ്ടീഷൻ ആൻറ്റി പാരലലിൻ്റെ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിൽ കൈനറ്റിക് എനർജി ഓക്കെ p²/2m ആണ്. ആൻഡ് ഹൂസ് വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ ഏത് മുതൽ ഏത് വരെ വാല്യൂ ചെയ്യാം 0 മുതൽ ഫസ്റ്റത്തെ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ കണ്ടീഷൻ മ്യൂ സ്റ്റാർ പാരലൽ ടു ബി ആണ്. അവിടെ കൈനറ്റിക് എനർജി p²/2m ആണ്. അപ്പോൾ p²/2m ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ വരിക എപ്സിലോൺ പ്ലസ് മ്യൂ സ്റ്റാർ ബി അല്ലേ. p²/2m ഈസ് ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് മ്യൂ സ്റ്റാർ ബി. മൈനസ് മ്യൂ സ്റ്റാർ ബി ലെഫ്റ്റിലേക്ക് പോയി, അപ്പോൾ എപ്സിലോൺ പ്ലസ് മ്യൂ സ്റ്റാർ ബി ആയി. അപ്പോൾ p²/2m ഈസ് ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് മ്യൂ സ്റ്റാർ ബി. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0 മുതൽ മാക്സിമം എത്ര വരാം എപ്സിലോൺ എഫ്. ഇവിടെ നോക്കണം എന്താണ് 0 ടെമ്പറേച്ചറാണ്. 0 ടെമ്പറേച്ചറിൽ മാക്സിമം എനർജിയുടെ വാല്യൂ വരുന്നത് എപ്സിലോൺ എഫ് ആണ്. അപ്പോൾ എപ്സിലോൺ എഫ് പ്ലസ് മ്യൂ സ്റ്റാർ ബി വരെയുള്ള എല്ലാ ലെവൽസും എന്തായിരിക്കും ഫിൽഡ് ആയിരിക്കും. അതുവരെയാണ് എനർജിയുടെ വാല്യുവേഷൻ വരിക. p² കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ വരുന്നത് 0 മുതൽ എപ്സിലോൺ എഫ് പ്ലസ് മ്യൂ സ്റ്റാർ ബി വരെ. എപ്സിലോൺ എഫ് എടുക്കാനുള്ള കാരണം ദാറ്റ് ഇസ് ദ ഫെർമി ലെവൽ. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾ ആണെങ്കിലോ ഇവിടെ എന്താ വരിക എപ്സിലോൺ എഫ് മൈനസ് മ്യൂ സ്റ്റാർ ബി അല്ലേ. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതുന്നത്. കൈനറ്റിക് എനർജി ഏത് മുതൽ ഏത് വരെ വേരി ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ p²/2m ഈസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് മ്യൂ സ്റ്റാർ ബി ആണ് വരിക. അബ്സല്യൂട്ട് സീറോ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം എപ്സിലോൺ എഫ് മൈനസ് മ്യൂ സ്റ്റാർ ബി വരെ. അപ്പോൾ അവിടെ എനർജി റേഞ്ച് വരുന്നത് 0 മുതൽ എപ്സിലോൺ എഫ് മൈനസ് മ്യൂ സ്റ്റാർ ബി വരെയാണ് വേരി ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു റേഞ്ചിൽ മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷനിലാണ് അല്ലെ. p²/2m കൈനറ്റിക് എനർജി റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം അല്ലേ. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ടേംസിലാണ് നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് എഴുതുന്നത്. അതിനെ ദെൻ എനർജിയുടെ ടേമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഫേസ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ കോർഡിനേറ്റ്സിൽ എന്തൊക്കെ ഉണ്ടാവും മൊമെൻറ്റം കോർഡിനേറ്റ് ഉണ്ടാവും, പൊസിഷൻ കോർഡിനേറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ d³q∗d³ p ആണ് ഫേസ് സ്പേസിലെ റെലവൻറ്റ് റീജിയൻ്റെ വോളിയം. ഇൻ്റഗ്രൽ d³q∗d³ p അല്ലേ. അപ്പോൾ നമ്മളെ അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടാൻ എന്ത് ചെയ്യണം ഫേസ് സ്പേസിലെ റെലവൻറ്റ് റീജിയൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ഫണ്ടമെൻ്റൽ വോളിയം. ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റം ആണെങ്കിൽ ഫണ്ടമെൻ്റൽ വോളിയത്തിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് h³ ആയിരിക്കും. അപ്പോൾ ആ ഒരു അസംഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കണ്ടീഷനാണ് നമ്മൾ ഇനി എഴുതുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഫേസ് സ്പേസിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ n പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഏതാണ് പ്ലസ് എന്ന് പറയുമ്പോൾ ഏതാ വരിക പാരലൽ ടു ബി. മ്യൂ സ്റ്റാർ ഈസ് പാരലൽ ടു ബി. അവിടെ അല്ലേ എനർജിയുടെ എപ്സിലോൺ എഫ് പ്ലസ് മ്യൂ സ്റ്റാർ ബി വന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് സ്പിൻ അപ്പ് സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് സെറ്റ് ഓഫ്
ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കണ്ടീഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇൻ്റഗ്രൽ d cubed q into d cubed p by ഫണ്ടമെൻ്റൽ വോളിയം h ക്യൂബ് അല്ലേ. നാച്ചുറൽ d cubed q-ൻ്റെ ദാറ്റ് ഈസ് ഓർഡിനറി കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വോളിയം, സാധാരണ ഒരു ഫിസിക്കൽ സ്പേസിൻ്റെ വോളിയമാണ് v. അപ്പോൾ d cubed q-ന് പകരമാണ് നമ്മൾ v എഴുതിയിട്ടുള്ളത്. ആൻഡ് d cubed p-ക്ക് പകരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വോളിയം ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ്. 4πp² ആണ് ഒരു സർഫസ് ഏരിയ വരുന്നത്, ഡി പി ആണ് അതിൻ്റെ തിക്നെസ്. ദീസ് ആർ ഫ്രം അവർ സെക്കൻഡ് ചാപ്റ്റർ ഇറ്റ്സെൽഫ്. നമുക്ക് രണ്ടാമത്തെ ഫേസ് സ്പേസ് പറഞ്ഞ സമയം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണിത്. എച്ച് ക്യൂബ് ഈസ് ദ ഫണ്ടമെൻ്റൽ വോളിയം. അപ്പോൾ റെലവൻറ്റ് റീജിയൻ്റെ വോളിയമാണ് ന്യൂമറേറ്ററിലുള്ളത്. എച്ച് ക്യൂബ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ വോളിയമാണ്. അപ്പോൾ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ ദാറ്റ് വിൽ ഗിവ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ 4πv കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുത്തു, എച്ച് ക്യൂബ് കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to epsilon f plus mu star b p² dp. ഓക്കെ, p² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രം ദിസ് p² is equal to 2m epsilon ആണ് അല്ലേ. p² is equal to 2m into epsilon, ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഡി പി എന്താ വരിക, p² ആണത്. അപ്പോൾ p is equal to root of 2m epsilon എന്ന് വരും. അപ്പോൾ ഡി പി is equal to root of 2m into epsilon raised to half ന്റെ ഡെറിവേറ്റീവ്, that is half into epsilon raised to half minus 1, that is epsilon raised to minus 1 d epsilon. Okay, this is ordinary differentiation. അപ്പോൾ ഈ വാല്യൂ ഡി പിക്ക് പകരം ഇതും p² പകരം ഈ 2m epsilon സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻ ദിസ് എക്സ്പ്രഷൻ. നമുക്കിവിടെ ലിമിറ്റ് ഓൾറെഡി ഇൻ ടേംസ് ഓഫ് എനർജിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ n is equal to 4πv by h cube 0 to epsilon f plus integral 0 to epsilon f plus mu star b. p² പകരം 2m epsilon. ഓക്കെ, ഡി പിക്ക് പകരം റൂട്ട് 2m പകരം 2m raised to half, പിന്നെ ഹാഫ് ഉണ്ട് epsilon raised to minus half d epsilon. ഓക്കെ, നൗ ഇതിൽ 4πv by h cube പുറത്തുണ്ട്, 2m into 2m raised to half, that is 2m raised to 3/2 അല്ലെ. 2m into 2m raised to half എന്ന് പറഞ്ഞാൽ 2m raised to 3/2 ആണ്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. പിന്നെ ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to infinity epsilon f 0 to infinity അല്ല 0 to epsilon f plus mu star b. ഇവിടെ ഒരു എപ്സിലോൺ ഉണ്ട്, ഇവിടെ ഒരു epsilon raised to -2 ഉണ്ട്. ദാറ്റ് മീൻസ് epsilon raised to half അല്ലെ, epsilon raised to half d epsilon എന്നാക്കി മാറ്റി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4πv by 2h cube ഉണ്ട്, 2m raised to 3/2 ഉണ്ട്. epsilon raised to half-ൻ്റെ ഇൻ്റഗ്രൽ epsilon raised to 3/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ ഈ 3/2 2 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ പോകും ആ 2ഉം, പിന്നെ ഇവിടെ ഓൾറെഡി പുറത്തൊരു 2 ഉണ്ടല്ലോ, ഈ 2ഉം ക്യാൻസൽ ചെയ്യും. 1/2ൻ്റെ ഈ 1/2ൻ്റെ കോൺട്രിബ്യൂഷനായിട്ടുള്ള 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ 4πv by h cube 2m all raised to 3/2. എപ്സിലോണിന് പകരം നമ്മൾ ഇവിടെ എനർജിയുടെ വേരിയേഷൻ ആണ് പറയുന്നത്. ഇവിടെ ലിമിറ്റ് എന്താണ്, 0 മുതൽ epsilon f പ്ലസ് mu star b വരെ. ഞാൻ ഇവിടെ ലിമിറ്റായിട്ട് എഴുതിയിട്ടില്ല, അതും കൂടി നിങ്ങൾ ആക്ച്വലി എഴുതേണ്ടതാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് epsilon f പ്ലസ് mu star b -0. അപ്പോൾ epsilon f പ്ലസ് mu star b പവർ ഉണ്ട് raised to 3/2. ഓക്കെ, സോ 4πv by 3h cube 2m all raised to 3/2 epsilon f plus mu star b all raised to 3/2. ഇതാണ് n plus number of particles in having the spin parallel to the magnetic field. മാഗ്നറ്റിക് മൊമെന്റ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോഴുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം അല്ലെങ്കിൽ പാർട്ടിക്കിളുകളുടെ എണ്ണമാണ് ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് നമുക്ക് കിട്ടുക. 4πv by 3h cube 2m all raised to 3/2 epsilon f plus mu star b all raised to 3/2. ഓക്കെ, അതേപോലെ നെഗറ്റീവ് ദാറ്റ് ഈസ് ഡൗൺ സ്പിൻ ഉള്ള അല്ലെങ്കിൽ സ്പിൻ ആൻറ്റി പാരലൽ മാഗ്നറ്റിക് മൊമെന്റ് ആൻറ്റി പാരലൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് ആണെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഇതേപോലെ തന്നെ 4πv by 3h cube 2m all raised to 3/2 epsilon f. അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എനർജി വാരി ചെയ്യുന്നത് ഏത് വരെയാണ്, epsilon f minus mu star b വരെയാണ് അല്ലേ. അപ്പോൾ ലിമിറ്റിൽ മാത്രമാണ് വ്യത്യാസം വരിക, ബാക്കിയെല്ലാം സെയിം ആണ്. epsilon f minus mu star b all raised to 3/2 ആയിട്ട് മാറും. ദാറ്റ്സ് ഓൾ. ഓക്കെ, now what is the net magnetic moment? net magnetic moment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മുകളിലേക്കുള്ള മാഗ്നറ്റിക് മൊമെന്റ് മൈനസ് താഴത്തേക്കുള്ളത് അല്ലേ. സോ mu star is the intrinsic magnetic moment, n plus എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ആൾക്കാർ, n minus എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ള. അപ്പോൾ n plus into mu star എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ്, n minus into mu star എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ള നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ
ഇത് രണ്ടും ആഡ് ചെയ്യാൻ ഒന്ന് മുകളിലേക്കും താഴേക്കാണ് സബ്ട്രാക്ട് ചെയ്യണം നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് mu star n പ്ലസ് മൈനസ് mu star n മൈനസ് എന്ന് വരും. രണ്ടിനും mu star കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താണ് mu star ഇൻറ്റു n പ്ലസ് മൈനസ് n മൈനസ്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുന്നതാണ് n പ്ലസിനും n മൈനസിനും നമുക്ക് കിട്ടിയ വാല്യൂസ്. ദാറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ നമ്പർ 3 and 4. ഇക്വേഷൻ 3ഉം 4ഉം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൽ നമുക്ക് mu star ഉണ്ട്, mu star ഓൾറെഡി പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ n പ്ലസിലും n മൈനസിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 4πv/3h³ 2m all raised to 3/2 രണ്ടിലും ഉണ്ട് അല്ലേ. 4πv/3h³ 2m all raised to 3/2 രണ്ടിലും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 4πv/3h³ 2m all raised to 3/2 mu star ഓൾറെഡി പുറത്തുണ്ട്. ഇനി n പ്ലസിൽ ഉള്ളത് εf പ്ലസ് mu star b all raised to 3/2 മൈനസ് εf മൈനസ് mu star b all raised to 3/2. ഓക്കെ അല്ലേ. നൗ ഇവിടെ ഇതാണ് നമ്മുടെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ. നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് m is equal to 4πv/3h³ 2m all raised to 3/2 mu star εf plus mu star b all raised to 3/2 minus εf minus mu star b all raised to 3/2. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യുന്നത് ലോ ഫീൽഡ് സസെപ്റ്റിബിലിറ്റി പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഇസ് സസെപ്റ്റിബിലിറ്റി പെർ യൂണിറ്റ് വോളിയം. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലോ ഫീൽഡിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടെൻഡിങ് ടു 0. ലോ ഫീൽഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു that is given by the expression chi 0 is equal to limit b tends to 0 m by vb. Okay, so this is the expression for low field magnetic susceptibility per unit volume ഉള്ളതുകൊണ്ടാണ് ഇവിടെ v വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ v വരില്ല, m by b എന്ന് മാത്രമാവും ഉണ്ടാവുക. ഓക്കെ, സോ chi 0 is equal to ഈ m by v യിലെ m-ന് പകരം എന്ത് കൊടുക്കുക? ഇവിടെ കിട്ടിയ ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4πv/3h³ ഉണ്ട്, mu star ഉണ്ട്, 2m all raised to 3/2 അതവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ εf raised to 3/2 എന്നുള്ളത് ഈ രണ്ട് ടേമിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. εf raised to 3/2. ഇവിടെ 1 ആയി, ഇവിടെ εf raised to 3/2 എന്നുള്ള ടേമിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ബൈ εf എന്നുള്ള ടേം കൊടുക്കണം. അപ്പോൾ 1 പ്ലസ് mu star b by εf all raised to 3/2 minus 1 minus mu star b by εf all raised to 3/2 all divided by vb. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അപ്പോൾ ഇതിൽ എമ്മിലൊരു വി ഉണ്ട്, നമ്മുടെ വി ബിയിലൊരു വി ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 4π mu star 2m all raised to 3/2 εf raised to 3/2 ഉണ്ട്. താഴത്ത് 3h³ b ഉണ്ട്. ഇനി ഇവിടെ 1 പ്ലസ് mu star b by εf all raised to 3/2 മൈനസ് 1 മൈനസ് mu star b by εf all raised to 3/2. ഇവിടെ 1 പ്ലസ് എക്സ് all raised to n എന്ന് പറയുന്ന എക്സ്പാൻഷനാണ് നമ്മൾ എടുക്കുന്നത്. 1 പ്ലസ് എൻ എക്സ് പ്ലസ് എൻ ഇൻറ്റു എൻ അങ്ങനെയുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഹയർ ഓർഡർ പവേഴ്സ് നെഗ്ലക്ട് ചെയ്യാണ്. ബിക്കോസ് നമ്മളെടുത്ത കണ്ടീഷൻ എന്താണ്? ബി ഈസ് വെരി ലോ അല്ലേ, ലോ ഫീൽഡ് സസെപ്റ്റിബിലിറ്റി ആണ്. ബിയുടെ വാല്യൂ വളരെ കുറവാണ്. ബിയുടെ വാല്യൂ കുറവാണെങ്കിൽ 1 പ്ലസ് എക്സിനെ 1 പ്ലസ് എൻ എക്സ് പ്ലസ് എൻ പ്ലസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കാം. അതിലെ ഹയർ ഓർഡർ പവേഴ്സും നെഗ്ലക്ട് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ദാറ്റ് ഈസ് 1 പ്ലസ് എൻ എക്സ് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് എക്സ്പാൻഡ് ചെയ്തതാണ്, ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ ഹയർ ഓർഡർ പവർ ഗ്രേറ്റർ ദാൻ 1 എന്ത് ചെയ്യാണ്? നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 1 പ്ലസ് mu star b by εf all raised to 3/2 പകരം 1 പ്ലസ് 3/2 mu star b εf. ഇവിടെ എൻ്റെ സ്ഥാനത്ത് 3/2 അല്ലേ, mu star b by εf ആണ് എക്സിൻ്റെ സ്ഥാനത്ത്. ആ എക്സ്പ്രഷൻ റിലേഷൻ ഞാൻ എഴുതിയിട്ടില്ല. 1 പ്ലസ് n ഇൻറ്റു എന്നിന് പകരം 3/2 mu star b by εf. ഇനിയും ടേംസ് ഉണ്ട് ആക്ച്വലി, വി ആർ നെഗ്ലക്റ്റിംഗ് ദാറ്റ് ഹയർ ഓർഡർ ടേംസ്. ഓക്കെ, മൈനസ് ഇതേപോലെ തന്നെ ഇവിടെ 1 മൈനസ് 3/2 mu star b by εf വരണം. പക്ഷേ മൈനസ് ഓഫ് മൈനസ് ആണ്, അപ്പോൾ ഞാൻ എന്താ ചെയ്തു? പ്ലസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 പ്ലസ് 3/2 mu star b by εf മൈനസ് 1 ദെൻ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3/2 mu star b by εf. ഓക്കെ അല്ലേ.
പിന്നെ നമുക്ക് 1 ഉം -1 ഉണ്ട്, അത് രണ്ടും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 3/2 mu star b by epsilon f പ്ലസ് 3/2 mu star b by epsilon f. അപ്പോൾ 3/2 3/2 രണ്ട് തവണ 3/2 3/2 വരുന്നതുകൊണ്ട് 3 എന്നുള്ളത് മാത്രമേ വരുള്ളൂ, 2കൾ ക്യാൻസൽ ചെയ്യും അല്ലേ. അപ്പോൾ 4 mu star 2m all raised to 3/2 epsilon f raised to 3/2 by 3h³ b ഉണ്ട്. പിന്നെ 3/2 mu star b plus 3/2 mu star b, that is 3 mu star b by epsilon f. ഓക്കെ, ഈ എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാവുന്നത് ക്യാൻസൽ ചെയ്യാം. 3 എന്ന് പറയുന്നത് 3h³ താഴത്തൊരു 3 കിടക്കുന്നുണ്ട്, ഇവിടെ മുകളിലൊരു 3 വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്യാം. b എന്ന് പറയുന്നതും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ വരിക, 4 mu star സ്ക്വയർ, ഇവിടെ ഒരു mu star ഉണ്ട്, ഇവിടെ ഒരു mu star ഉണ്ട് അല്ലേ. അപ്പം mu star സ്ക്വയർ എന്ന് കിട്ടും 2m raised to 3/2, 2m raised to 3/2 എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട്, by h³, epsilon f raised to 3/2 by epsilon f, അല്ലെങ്കിൽ epsilon f raised to half എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. നമുക്ക് കൂടുതൽ ആവശ്യം ഈ ഇക്വേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് 4 mu star സ്ക്വയർ 2m raised to 3/2, 2m all raised to 3/2 by h³ epsilon f raised to 3/2 by epsilon f. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് റിസൾട്ടുകളുണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതും നമ്മുടെ ഫെർമി എനർജിയുടെ എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ഫെർമി സിസ്റ്റത്തിൽ വരുന്ന, അതിൽ നമ്മൾ ഡിറൈവ് ചെയ്തെത്തുന്ന ഒരു റിലേഷനാണ് എപ്സിലോൺ എഫ്. ഫെർമി എനർജിയുടെ റിലേഷനാണ്. എപ്സിലോൺ എഫ് ഇസ് ഈക്വൽ ടു 3n by 4πGV all raised to 2/3 h² by 2m. This is the expression for Fermi energy that is obtained from thermodynamics of ideal Fermi system. Okay, epsilon f is equal to 3n by 4πGV all raised to 2/3 h² by 2m. That is the expression for epsilon f. അപ്പോൾ epsilon f raised to 3/2 എന്ന് പറയുമ്പോൾ എന്താ വരിക, നമുക്കിവിടെ ഈ ന്യൂമറേറ്ററിൽ epsilon f raised to 3/2 ഇല്ലേ, അപ്പോൾ അതിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 3n by 4πGV raised to 2/3 raised to 3/2. അപ്പോൾ 2/3 raised to 3/2 എന്ന് പറയുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യും, 3n by 4πGV എന്ന് മാത്രമാവും. h² by 2m all raised to 3/2. അപ്പോൾ h² raised to 3/2, that is h³, 2m raised to 3/2. Clear? So this is epsilon f raised to 3/2 അല്ലേ. ഈ എക്സ്പ്രഷൻ നമ്മൾ എവിടെ കൊടുക്കുന്നു, ഖൈസറോൻ്റെ എക്സ്പ്രഷൻ, ദാറ്റ് ഇസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. epsilon f raised to 3/2 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക എന്താ, ഖൈസറോ ഇസ് ഈക്വൽ ടു 4π ഉണ്ട്, mu star ഉണ്ട്, 2m raised to 3/2 ഉണ്ട്, h³ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. 1 epsilon f, അതും ഇവിടെ എടുത്ത് എഴുതി. 4π mu star സ്ക്വയർ ബൈ h³, 2m raised to 3/2 epsilon f. പിന്നെ ബാക്കിയുള്ളത് epsilon f raised to 3/2 ആണ്, അതിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 3n by 4πGV h³ by 2m raised to 3/2. അപ്പോൾ 4πയും ക്യാൻസൽ ചെയ്യാം, h³ ക്യാൻസൽ ചെയ്യാം, 2m raised to 3/2 2m raised to 3/2 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ പറയുക, 3n mu star സ്ക്വയർ ബൈ GV epsilon f. ഓക്കെ, 3n mu star സ്ക്വയർ ബൈ GV epsilon f. ഇലക്ട്രോൺസിൻ്റെ കേസിൽ ജിയുടെ വാല്യൂ ഫോർ ഇലക്ട്രോൺസ് ജി ഇസ് ഈക്വൽ ടു 2 ആണെന്ന് മനസ്സിലാക്കുക. n by v, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വോളിയം, ദാറ്റ് ഈസ് പാർട്ടിക്കിൾ ഡെൻസിറ്റി, അതെ, ദാറ്റ് ഈസ് given by സ്മോൾ n. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി, 3/2 സ്മോൾ n mu star സ്ക്വയർ ബൈ എപ്സിലോൺ എഫ് അല്ലേ. അപ്പോൾ ഹൈസീറോൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക 3/2 സ്മോൾ n mu star സ്ക്വയർ ബൈ എപ്സിലോൺ എഫ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സസെപ്റ്റിബിലിറ്റി ഹൈസീറോ, ഈ എക്സ്പ്രഷനിൽ എവിടെയെങ്കിലും ടെമ്പറേച്ചർ ഉണ്ടോ, ഇല്ല അല്ലേ. 3/2 n mu star സ്ക്വയർ ബൈ എപ്സിലോൺ എഫിൽ ടെമ്പറേച്ചർ ഇല്ല. സോ ദ സസെപ്റ്റിബിലിറ്റി ബിക്കംസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ കാണാനില്ല. അതേപോലെ സ്മോൾ n ഉണ്ട്, സ്മോൾ n മീൻസ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണ്. സോ ദ സസെപ്റ്റിബിലിറ്റി ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ പാർട്ടിക്കിൾ ഡെൻസിറ്റി n ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ t. ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലെ ഈ റിസൾട്ടാണ് പോളി എത്തിച്ചത്. ക്ലിയർ അല്ലേ. ഹൈ ടെമ്പറേച്ചറിൽ ഓൾറെഡി നമ്മൾ ക്ലാസിക്കലി നമ്മൾ പറഞ്ഞ എക്സ്പ്രഷനിൽ m mu star സ്ക്വയർ ബൈ kT, ദാറ്റ് ഈസ് സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ക്യൂരിയസ് ലോ പറയുന്ന എക്സ്പ്രഷനാണ്.